ജയസൂര്യയുടെ കത്തനാർ ലോക യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. ലോക ചാപ്റ്റർ 1 കണ്ടവർക്ക് മിക്കവർക്കും ഈ ചോദ്യം ഉണ്ടാവും. ജയസൂര്യ അഭിനയിക്കുന്ന ഗോകുലം ഗോപാലൻ്റെ പ്രൊഡക്ഷനിലുള്ള കത്തനാർ സിനിമ ഇത് ലോക യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. ഇന്ന് നമുക്കിതിനെക്കുറിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസും സ്റ്റോറി ബിൽഡപ്പും വരെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ആൻസറാണ് വേണ്ടതെങ്കിൽ അല്ല. ശ്രീഗോകുലം ഫിലിംസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജയസൂര്യയുടെ കത്തനാർ ലോക യൂണിവേഴ്സിൻ്റെ ഭാഗമേ അല്ല. രണ്ടും വെവ്വേറെ പ്രൊഡക്ഷൻസാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കത്തനാറിൻ്റെ ഈ ഐതിഹ്യമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്തൊന്ന് പറയാം കേട്ടോ. കത്തനാർ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഐതിഹ്യത്തിലെ കഥാപാത്രമാണ്. ഭൂതപ്രേതങ്ങളെ തോൽപ്പിച്ച് കളിയങ്കാട്ട് നീലി പോലുള്ള ശക്തികളോട് ഏറ്റുമുട്ടിയ ഒരു പുരോഹിതൻ. ഇത്തരം കഥകൾ തന്നെയാണ് സിനിമാക്കാർക്ക് ഒരു ഗോൾഡ് മെയിൻ. ഇവിടെയാണ് രണ്ട് സിനിമകളും ലോകയും ജയസൂര്യയുടെ കത്തനാരും ഐതിഹ്യങ്ങളിലൂടെ നമ്മളെ ഫാൻറ്റസി വേൾഡിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ലോക സിനിമയിലെ സണ്ണീവൻ്റെ കത്തനാറ് കണ്ടല്ലോ. ആ സിനിമ സംവിധാനം ചെയ്തേക്കുന്ന ഡൊമിനിക് കരുണും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ദുൽഖർ സൽമാൻ്റെ സ്വന്തം ബാനറിലുള്ള വേഫെയറർ ഫിലിംസ് ആണ്. ഇത് ദുൽഖറിൻ്റെ 7ാമത്തെ പ്രൊഡക്ഷൻ വെഞ്ചറാണ്. ലോക നമ്മുടെ മാർവൽ DC പോലെ തന്നെ ഒരു മലയാള സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സ് തുടങ്ങാനുള്ളൊരു ആദ്യത്തെ ചുവടുവെപ്പാണ്. ഇവിടെ സണ്ണിവേൻ അവതരിപ്പിച്ച കത്തനാർ ഒരു ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. പാസ്റ്റ് അത്ര തുറന്ന് പറഞ്ഞിട്ടില്ല കഥയിൽ. പക്ഷെ അത് തന്നെയാണ് നമ്മളെ അടുത്ത ചാപ്റ്ററിലേക്ക് ആകർഷിക്കുന്നത്. അതേസമയം ജയസൂര്യ കത്തനാർ ശ്രീഗോകുലം മൂവീസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു വെർച്വൽ പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിൽ ബിഗ് ബഡ്ജറ്റ് വിഷ്വൽ എഫക്ട്സോടെയൊക്കെ ചെയ്യുന്ന ഒരു വലിയ സിനിമ തന്നെയാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും മറ്റൊരു പ്രൊഡക്ഷൻ തന്നെയാണ്. ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്ത് ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ചെയ്യുന്ന സിനിമ റോജിൻ തോമസ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. ഈ ചിത്രം മാസീവ് ബഡ്ജറ്റുള്ള VFX ഹെവി ഫാന്റസി എപ്പിക്കാണ്. വിർച്വൽ പ്രൊഡക്ഷൻ ടെക്നോളജി, റിയൽ ടൈം CGI, ഗ്രീൻ സ്ക്രീൻ, ഇത് മലയാള സിനിമയിലെ ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ 2 കൊല്ലത്തിനപ്പുറമായിട്ട് അധികം അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. ട്രെയിലർ ഇറക്കിയതിന് ശേഷം പിന്നെ വളരെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളൂ. അപ്പം സിനിമയുടെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇരുവരുടെയും കഥ സെയിം ലെജൻഡ് നമ്മുടെ കടമറ്റത്ത് കത്തനാർ ബേസ് ചെയ്താണെങ്കിലും ലോകയ്ക്കും ജയസൂര്യയുടെ കത്തനാർക്കും പ്രൊഡക്ഷൻ ഹൗസുകൾ, ക്രിയേറ്റീവ് ടീംസ്, ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ കമ്പനീസ് എല്ലാം പൂർണ്ണമായും വേറെയാണ്. ലോക ചാപ്റ്റർ 1ന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ. ഗവേഷകർ, ഭൂഗർഭ ഗുഹ, ഒരു സന്യാസി മാത്രം തിരിച്ചു വരുന്നത്, ക്യാമറയിൽ കുടുങ്ങിയ ഒരു വിചിത്ര ചിത്രം, ടോവിനോ തോമസിന്റെ ചാത്തൻ ഇരുന്ന് പറയുന്ന 389 ചാത്തന്മാരുടെ കഥ, ചാത്തന്മാർ വരും എന്ന് പറഞ്ഞ് തീർക്കുന്ന സിനിമ, ഇവയെല്ലാം ഒരു വലിയ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമാണ്. അതേസമയം ജയസൂര്യയുടെ കത്തനാർ ഒരു സ്റ്റാൻഡ് അലോൺ ഫ്രാഞ്ചൈസ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പ്രൊഡക്ഷൻ വൈസ് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ല. പക്ഷേ സിനിമ വേൾഡിൽ മൾട്ടിവേഴ്സ്, ക്രോസ് ഓവർ, ജോയിന്റ് വെഞ്ചേഴ്സ് ഒന്നും അസാധ്യമല്ല. മാർവൽ, DC, ഇന്ത്യ സിനിമയിലും KGF, സലാർ പോലെ ഇന്റർ കണക്റ്റഡ് യൂണിവേഴ്സസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ ജയസൂര്യയുടെ കത്തനാർ ലോക യൂണിവേഴ്സിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി സണ്ണീവേന്റെ കത്തനാർ ജയസൂര്യ കത്തനാർ രണ്ടും ഒരുമിച്ച് ഒരേ യൂണിവേഴ്സിൽ വരുമോ? ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനീസ് വേറെ ആയതിനാൽ അത് ഒട്ടും പോസിബിൾ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഓഡിയൻസ് ഡിമാൻഡ് കൂടി വന്ന വേഫെയറർ ഫിലിംസും ശ്രീഗോകുലം മൂവീസും ചേർന്ന് ഒരു ക്രോസ് ഓവർ ഇവന്റ് വേണേൽ വെക്കാവുന്നതാണ് അവർക്ക്. അത് അടിപൊളിയായിരിക്കുമല്ലോ. നമ്മൾ 2 കത്തനാരൊക്കെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? വേറെ ടൈം ലൈനിൽ 2 കത്തനാർ ഒരുമിച്ച് നീലിനെ പിടിക്കാൻ പോണ ഒരു ത്രെഡ് ഒന്ന് ആലോചിച്ചൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജയസൂര്യ കത്തനാർ ലോക യൂണിവേഴ്സിന്റെ ഭാഗമാകുമോ? കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.